അമ്മോ എന്താച്ചാ നീ വന്നേ. നീ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ ഐസ്ക്രീം വാങ്ങിച്ചായിരുന്നോ? അമ്മു ഐസ്ക്രീം വാങ്ങിച്ചായിരുന്നോ? വാങ്ങിച്ചായിരുന്നു. എന്നിട്ട് അതിന് നീ പൈസ കൊടുത്തോ? എന്തോ കൊച്ചിനോട് ഒരു ക്രോസ് വിസ്താരം. ഞാനിന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നു. എന്നിട്ട് ഐസ്ക്രീം കടത്തിലാ വാങ്ങിച്ചോണ്ട് വന്നത്. ഞാനിന്ന് ബ്രെഡ് വാങ്ങിക്കാൻ പോയപ്പോഴാണ് അവരെന്നോട് ഈ കാര്യം പറയുന്നത്. ആ ക്യാഷർ പെണ്ണ് അത് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. എന്താ സീത ഇത്? സാധനം വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കാതിരിക്കുന്നേ? നാണം കെട്ട പരിപാടിയായി പോയല്ലോ. ഇവൾക്ക് ഇവിടെ എന്തിന്റെ കുറവുണ്ടായിട്ടാണ്? വേറെ അഹങ്കാരം. പൈസയുടെ കുറവ്. പൈസയുടെ കുറവോ? ആ, കൊള്ളാലോ. 1 രൂപ പോലും കയ്യിലില്ലാത്തതിന്റെ കുറവ്. നിങ്ങൾ പറഞ്ഞല്ലോ തൊലി ഉരിഞ്ഞു പോയെന്ന്. ആ കടക്കാരുടെ മുമ്പിൽ തൊലി ഉരിഞ്ഞു പോയത് എൻ്റെയാ. എൻ്റെ കൊച്ചൊരു ഐസ്ക്രീം എടുത്തുകൊണ്ട് വന്നപ്പോൾ അതിൻ്റെ കാശ് കൊടുക്കാനില്ലാത്ത എൻ്റെ പേരിൽ. നിനക്ക് വേണ്ട പൈസ ഞാൻ അയച്ചു തന്നില്ലായിരുന്നോ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാം കൃത്യമായിട്ട് അയച്ചു തരും. സ്കൂൾ ഫീസ്, ട്യൂഷൻ ഫീസ്, വാൻ ഫീസ്, കടയുടെ ബില്ല് എല്ലാം കൃത്യമായിട്ട് തന്നെ അയച്ചു തരും. പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം ഒരു 10 രൂപ നിന്റെ കയ്യിൽ വെച്ചോന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടോ ഏട്ടൻ? അതുകൊള്ള ഇവിടെ ചോറും കറിയും വെച്ചിരിക്കുന്ന നിന്റെ കയ്യിൽ എന്നാത്തിനാ പൈസ? അമ്മ ഇവിടെ വെറുതെ ഇരിക്കല്ലേ? പിന്നെ എന്തിനാ എല്ലാ മാസം പെൻഷൻ വരുമ്പോ ബാങ്കിൽ പോയിട്ട് കാശ് എടുത്തോണ്ട് വരുന്നേ? അപ്പൊ പിന്നെ എന്റെ ആവശ്യങ്ങൾക്ക് പിന്നെ നീ തരുവോ? അതുപോലെ എനിക്കുള്ളി അമ്മ ആവശ്യങ്ങള്. എനിക്ക് ആരാ തരാനുള്ളേ? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നോട് പറഞ്ഞാൽ പോരെ? ഞാൻ നിനക്ക് അയച്ചു തരത്തില്ലേ പൈസ? ആ, കൃത്യമായിട്ട് കണക്ക് പറഞ്ഞു തന്നാ അതിനനുസരിച്ച് ഒരു കാശ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വിടാണ്ട് എനിക്ക് അയച്ചു തരും അല്ലേ? അത് മാത്രമാണോ എൻ്റെ ആവശ്യം? ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ ബസ് കൂലി കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ കാശില്ല. അമ്മ കിടപ്പിലാവാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. 1 രൂപ പോലും എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനില്ല. എന്തിന്? ഇന്ന് മോൾ ഐസ്ക്രീം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കാശ് പോലും കൊടുക്കാനില്ലാണ്ട് ഞാൻ നാണം കെട്ട് നിൽക്കുകയായിരുന്നു. അറിയോ?